ഇന്ന് ഞാൻ കടലപ്പൊടി വെച്ചിട്ട് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ഗ്ലാസ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിപ്പോൾ ഏത് പാത്രത്തിന് അളക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിനനുസരിച്ച് വെള്ളം എടുത്താൽ മതിയേ. ഇനി ഇത് ഒട്ടും കട്ടല്ലാണ്ട് ഇതേപോലെ ഒന്ന് കലക്കി കൊടുക്കുക. ഇതിന് ഞാൻ ഉപ്പൊന്നും ചേർത്തിക്കില്ല കേട്ടോ. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കാം. നമുക്ക് ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കടലമാവ് നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അധികം നല്ലോണം അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ടാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഞാൻ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം അരിഞ്ഞു പോകണ്ട, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അഥവാ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെന്ന് വെച്ചാൽ 2 ടീസ്പൂണ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂൺ അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഞാൻ ഇന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആണ് നമുക്ക് കിട്ടണ്ടേ. ഒരു പാനിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ അകത്തേക്ക് കടലമാവിൻ്റെ ഈ ഒരു കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. ഒന്ന് ചെറുങ്ങനൊന്ന് മൂത്ത് വന്നോട്ടെ, അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ രണ്ടാമതിട്ട കടലപ്പൊടിയില്ലേ അതൊന്ന് വെന്ത് വരണം കേട്ടോ. അതുവരെ ഒന്ന് ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പൊടി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. നല്ലോണം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അധികം വറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ കയ്യിൽ ഒട്ടി പിടിക്കുന്ന പാകാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിലേക്ക് ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു കുറച്ച് ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നതിന് ശേഷം ഇതേപോലെ നല്ലോണം തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം തിളച്ച് ഒന്ന് ഒരു പകുതി വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പാകാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച കടലമാവില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. ആ ഒരു പഞ്ചസാരൻ്റെ കൂട്ട് എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. വെള്ളമൊക്കെ വറ്റി വന്ന് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലഡു തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്ക്. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുമല്ലേ.
അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ അതേ കറണ്ട് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കാണുന്നത്. അപ്പോൾ നമ്മളിത് ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോസായി കാണാം കേട്ടോ.